ഹായ്, നമുക്ക് ഇന്ന് ചെറിയ പഴയകാല ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇന്ന് ഞാനാണെങ്കിൽ മക്കളെ കൂട്ടി നമ്മുടെ തിരുവല്ലയിൽ സീ വേൾഡ് മറൈൻ എക്സ്പോ എന്നും പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ അവിടെ ഇഷ്ടം പോലെ ഈ അക്വേറിയത്തിലിടുന്ന മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, പല തരത്തിലുള്ള. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തായാലും അത് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി അത് കാണണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ പഴയകാല മിഠായികളൊക്കെ അവിടെ ഇരിക്കുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം അത് കുറച്ച് മേടിക്കാമെന്ന്. അപ്പം ഞാനത് കുറച്ച് മേടിച്ചു. അത് മേടിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് നമ്മളുടെ എന്താണെന്നറിയാമോ, പണ്ടത്തെ സിഗരറ്റ് മിഠായി കേട്ടോ. ഇതിന് ഞാനിപ്പോൾ ഒരു ശകലം ഇത് കഴിച്ച് നോക്കി. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു രുചി തന്നെയുണ്ട് കേട്ടോ. പിന്നെ വേറെ അടുത്ത നമ്മുടെ മിഠായി എന്താണെന്നറിയാമോ? വേണ്ടേ, ഇതിനകത്തെ ഒരു കപ്പലണ്ടി മാത്രമുള്ളത് പഞ്ചസാര മിഠായി. ഇതിനകത്ത് നമ്മൾ കഴിച്ചില്ല, ഇതിനകത്തൊരു കപ്പലണ്ടി ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടില്ലേ ഈ മിഠായി? പിന്നെ നമ്മൾ മേടിച്ച മിഠായി ഏതാണെന്നറിയാമോ? ഇതെന്താണെന്നറിയാമോ? 8 അടി മിഠായി. ഇതുണ്ടല്ലോ, ഇതിൽ റബ്ബർ ബാൻഡൊക്കെ ഇതിനകത്തൊരു മിഠായി ഉണ്ട്. ഇത് 8 അടി മിഠായി. ഇതൊക്കെ പണ്ട് നമ്മളിതൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കത്തില്ലയോ? ചേച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടോ ചേച്ചി ഇതൊക്കെ? ഇതിന് റബ്ബർ മിഠായി, അതായത് റബ്ബർ മിഠായി. ഞങ്ങളിതിന് പറയുന്നത് 8 അടി മിഠായി. നമ്മുടെ പിള്ളേരൊന്നും കണ്ടു പോലും കാണത്തില്ല ഈ മിഠായി ഒന്നും കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ താരം താണ്ട, ഇതെന്താണെന്നറിയാമോ? പമ്പര മിഠായി. പമ്പര മിഠായി, നമ്മുടെ പമ്പര മിഠായി ഉണ്ടോ? ഇത് വെറും ഒരു പഞ്ചസാര മിഠായി മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ മിഠായി കണ്ടില്ലേ ചേച്ചി, പമ്പര മിഠായി. പിന്നെ അമ്പിളി ചേച്ചി ചോദിക്കുന്ന മണിക്കൂറുണ്ടാ കിട്ടിയില്ലയോന്ന്. ഇത് വായിക്കാതെ ഇട്ടുകൊണ്ട് നമ്മൾ പോകുന്നത്. അത് ഞാൻ കണ്ടില്ല, കേട്ടോ. ആ മിഠായി ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ്, ഞാൻ എപ്പോഴും മേടിക്കുന്നത്. 25 വയസ്സാക്കി ഞാൻ എപ്പോഴും മേടിക്കുന്ന മിഠായി ഏതാണ്ടിത്, നമ്മുടെ പുളിയച്ചാറ്, പുളിമുട്ടായി. ഇതിനകത്ത് അന്ന് ഇതിനകത്ത് ഒരു കുരുവൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ്, ഇപ്പോഴും ആ രുചി തന്നെ കേട്ടോ. പിന്നെ അടുത്ത മിഠായി ഏതാണെന്നറിയാമോ? നമ്മുടെ ഇതിലൊരു മിഠായി കത്തകളെ എല്ലാവരും വന്ന് എനിക്കിവിടെ കാവലിരിക്കുന്നുണ്ട്. എളുപ്പം എടുക്കില്ല മോളെ ഒരു മിഠായി. നമ്മുടെ ഈ മിഠായി, ഇതൊരു ഓറഞ്ച് ഫ്ലേവറുള്ള മിഠായി ഉണ്ട്. ഇത് നമ്മൾ കുറേ നേരം നമ്മുടെ വായിൽ കിടക്കും ഉണ്ട്. പിന്നെ നമുക്ക് നാരങ്ങ മിഠായും ഗ്യാസ് മിഠായൊക്കെ ഉണ്ട്. അത് പിന്നെ മിക്കവാറും ഇപ്പം നമ്മളെല്ലാവരും കാണുന്നതല്ലേ, ഞാൻ അതുകൊണ്ടാണ് മേടിക്കുന്നത്. ശരി. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ പഴയകാല മിഠായികളായി ഞാൻ മേടിച്ചത്. പിന്നെ ദാണ്ട ഈ സാധനം ഞാൻ അവിടെ നിന്ന് മേടിച്ചത് പഴയകാല മിഠായിയൊന്നും അല്ല. ഇതെന്തുവാ, ചവ്വരി പപ്പടം എന്നൊക്കെ പറഞ്ഞത് തന്നു. അതിനകത്ത് റാഗിയെ, ഉള്ളിപ്പപ്പടം, ഏതാണ്ടൊക്കെ പല തരത്തിലുള്ള പപ്പടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ പട്ടാണി, പച്ചപ്പട്ടാണി വറുത്തത് തീർന്നു കേട്ടോ. ഇവിടെ തുറന്നപ്പോഴത്തേക്ക് ഇത് തീർന്നു. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് മേടിച്ചത്. അപ്പം ഈ ഒരു ചെറിയ ഓർമ്മകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പഴയകാല ഓർമ്മകളെ പറ്റിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ മിഠായിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ബൈ.